യു ആർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഹൗ ഐ ടേക്ക് കെയർ ഓഫ് മൈ ഐലാഷസ് ആൻഡ് ഐബ്രോസ്. സോ കൂടുതൽ എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നത് ഐലാഷസ്, കൺപീലി എങ്ങനെയാണ് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നാണ്. സോ ഇതിങ്ങനെ പുതിയ കണ്ടുപിടുത്തം ഞാൻ എന്നെ ഒരു ബുക്കിൽ എവിടെയോ വായിച്ചിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തൊക്കെ. ആൻഡ് ട്രൈ ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ ചോദിച്ച കാരണം ഞാനിത് ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഞാനിതിങ്ങനെ ഡെയിലി എനിക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റാറില്ല. അപ്പോൾ ഓർമ്മ വരുമ്പോൾ ഒക്കെ ഞാനിത് ചെയ്യാറുണ്ട്. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ചെയ്ത് നോക്കും, നല്ലതാണ്. സോ ഇത് അപ്ലൈ ചെയ്ത് അങ്ങനെ ഐലാഷസ് അങ്ങനെ അങ്ങോട്ട് വളർന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം ഈ ലാഷസ് എന്നൊക്കെ പറയുമ്പോൾ ഹെറിഡിറ്റി അതൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഉള്ള ലാഷസിനെ നമുക്ക് നമ്മുടെ ഉള്ള ലാഷസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കണേക്കാൾ മുന്നേ നിങ്ങളിൽ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണിച്ചെങ്കിൽ, ഹലോ, എൻ്റെ പേര് റിൻസി, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. നിങ്ങൾ ഈ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ലെഫ്റ്റിൽ നിങ്ങളുടെ റൈറ്റിൽ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മേക്കപ്പ്, ലെഫ്റ്റ് ഓവർ മേക്കപ്പ് നമ്മുടെ കണ്ണിലും ഐബ്രോസിലും, ഇപ്പോൾ നിങ്ങൾ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുന്ന ആളാണ് ഓർ കാജൽ യൂസ് ചെയ്യുന്ന ആളാണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ മേക്കപ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ. സോ ആദ്യം അത് നീറ്റ്ലി റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റിമൂവ് ചെയ്യാൻ വേണ്ടി ലോറിയാലിൻ്റെ മേക്കപ്പ് റിമൂവറാണ്. സോ അത് ഞാനിങ്ങനെ ക്യൂട്ടിപ്പിൽ എടുക്കും. ഞാൻ ആക്ച്വലി മുഖം കഴുകിയിട്ടുണ്ടായിരുന്നു, എന്നാലും നമ്മുടെ കാജലിലൊക്കെ കുറച്ച് എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആദ്യം നമ്മുടെ കണ്ണിലുള്ള മേക്കപ്പ് നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ആണ്, കാസ്റ്റർ ഓയിൽ ആണ്. സോ കാസ്റ്റർ ഓയിൽ ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഹെയർ ഗ്രോത്തിന് ബെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് തലമുടിക്കും തയ്ക്കാൻ സേഫ് ആണ്. ആൻഡ് അപ്പോൾ ഞാനിതിൽ കുറച്ച് കാസ്റ്റർ ഓയിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും തിക്ക് ഐബ്രോസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ഷേപ്പ് ചെയ്ത് ലൈക്ക് എൻ്റെ ബ്യൂട്ടീഷ്യൻ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് തിന്നാക്കി. ഞാൻ സ്ഥിരം പോണ ബ്യൂട്ടീഷ്യൻ അല്ല, ഇടയ്ക്ക് ഞാനൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു, കാരണം കട അടച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് ചെയ്തപ്പോൾ ഭയങ്കര തിന്നാക്കി. പിന്നെ ഞാൻ വീണ്ടും ഞാൻ ചെയ്യാറുള്ളടത്ത് പോയി ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇനി അത് അങ്ങനെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഐ ഹാവ് ടു ലെറ്റ് ഇറ്റ് ഗ്രോ എന്ന്. സോ അതാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ ഐബ്രോസ് ഇത്തിരി തിന്നാണ്. സോ ഐബ്രോ ഗ്രോത്തിന് ഞാനിങ്ങനെ ബഡ്സിൽ കുറച്ച് കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ മലയാളത്തിൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നത്. സോ അതിങ്ങനെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഫിംഗർ ടിപ്സും യൂസ് ചെയ്യാം, അപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. സോ ഇതാണെങ്കിൽ കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് മോർണിംഗ് ആൻഡ് നൈറ്റ് അപ്ലൈ ചെയ്യാം. പക്ഷേ ജോലിക്കാരും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാം കാലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ രാത്രി അപ്ലൈ ചെയ്താൽ മതി. സോ ഐബ്രോസിൽ അപ്ലൈ ചെയ്തു. ആൻഡ് ഇനി ഐലാഷസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോവാണ്ട് നോക്കണം കേട്ടോ നിങ്ങൾ. ഇത് ചെയ്ത ഇപ്പോൾ ലാഷസ് അങ്ങനെ അങ്ങോട്ട് വളരുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെ ഉള്ള ലാഷസ് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ഒരു സ്റ്റെപ്പ്. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ വേറെ കാര്യമായിട്ട് പിന്നെ ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ വാസ്ലിൻ. ഇടയ്ക്ക് ചിലപ്പോൾ കാസ്റ്റർ ഓയിൽ എടുക്കാൻ ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ വാസ്ലിൻ ആണെങ്കിൽ വേഗം കിട്ടുമല്ലോ. അപ്പോൾ വാസ്ലിൻ ഇവിടെ ഇങ്ങനെ കുറച്ച് ഹാൻഡി ആയിട്ടുള്ള സ്ഥലത്താണ് വാസ്ലിൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വാസ്ലിനാണ് അപ്ലൈ ചെയ്യാറ്. വാസ്ലിനും നല്ലതാണ്, നമ്മുടെ നന്നായി നറിഷ് ചെയ്യും. സോ അതും നല്ലതാണ്, നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ വാസ്ലിനും കാസ്റ്റർ ഓയിലും, കാരണം കാസ്റ്റർ ഓയിലിന്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിക്കല്ല. നിങ്ങൾ കാസ്റ്റർ ഓയിൽ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആണ്. സോ നിങ്ങൾക്ക് ഐബ്രോ സെറ്റ് ചെയ്യാനും നല്ലതാണ്. അതായത് നമ്മുടെ ഇങ്ങനെ ഐബ്രോസിന് ചിലവർക്ക് ഇങ്ങനെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കും, ലൈക്ക് അങ്ങനെ പറന്നിരിക്കുമല്ലോ. സോ അത് സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ് വാസ്ലിൻ ആൻഡ് കാസ്റ്റർ ഓയിൽ. സോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഒരു ദിവസം വാസ്ലിൻ, ഒരു ദിവസം കാസ്റ്റർ ഓയിൽ, അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ലൈക്ക് നോക്കിയിട്ട് എന്നോട് പറയണം. സോ ഇതങ്ങനെ മേജർ ഡിഫറൻസ് എന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മുടെ ഉള്ള ലാഷസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. ആൻഡ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമുക്ക് ഇന്ന് സെലക്ട് ചെയ്ത കമന്റ് കാണാം. ഡാൻസ് ഈസ് ചാൻസ്. താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഞാൻ ഇന്ന് യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് സ്റ്റേക്ക് വർക്കിയുടെ ഷെയ്ഡ് നമ്പർ 13.